കേന്ദ്രമന്ത്രി അമിത്ഷാ ഈ മാസം 22-ന് കൊച്ചിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാരവാഹി യോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, അമിത്ഷാ ഈ മാസം 22-ന് കൊച്ചിയിലേക്ക് എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാരവാഹി യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബിജെപിയുടെ സംവിധാനത്തെ മുഴുവൻ പാകപ്പെടുത്തുന്ന, ചിട്ടപ്പെടുത്തുന്ന വലിയ നീക്കമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. വിവരങ്ങൾ വലിയ തോതിലുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് ബി.ജെ.പി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് വന്ന് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതും അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. വളരെ നേരത്തെ തന്നെ ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു. ഓരോ ബൂത്ത് തലത്തിലടക്കം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. മുന്നോട്ട് പോയിരുന്നത്. ഒപ്പം തന്നെ ഇന്ന് കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നതും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും സംഘടനാ പ്രവർത്തനങ്ങളുമായിരുന്നു. ഇതിന് ശേഷം ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കോർ കമ്മിറ്റി യോഗങ്ങൾ വിശദമാക്കിക്കൊണ്ടാണ് അമിത്ഷാ വരുന്ന കാര്യം വ്യക്തമാക്കിയത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടി ഇടതു വലതു മുന്നണികൾക്ക് വലിയ ഒരു പ്രഹരം ഏൽപ്പിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള നീക്കങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ ഉണ്ടാകും. കൊച്ചിയിൽ വിവിധ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നേതാക്കളുമായി നേരിട്ട് ഒപ്പം തന്നെ നേതാക്കളുടെ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിലുമെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കുകയും അവരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയും എല്ലാം ചെയ്യും. ഒപ്പം തന്നെ ഇടതുപക്ഷ മുന്നണികൾ തെറ്റായ ആരോപണങ്ങളും പ്രചാരണങ്ങളും നടത്തി ബി.ജെ.പിയെ തളർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനെതിരെ കൃത്യമായ പ്രതിരോധം ഉണ്ടാകണമെന്ന ഒരു കാര്യം ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. അക്കാര്യം എസ് സുരേഷ് വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷ മുന്നണികൾ നടത്തുന്നത്. എങ്ങനെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇടതുപക്ഷ മുന്നണികൾ ലക്ഷ്യം വെച്ചിരുന്നത്, പിന്നീട് ആ ലക്ഷ്യം വെച്ച് അത്തരം നീക്കങ്ങൾ നടത്തിയെങ്കിൽ കൂടി അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തി. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയെ എം.പി. ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതും. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ഇത് സംസ്ഥാനത്ത് ബി.ജെ.പിയെ ഭരണത്തിൽ എത്തിക്കുന്ന നിലയിലേക്കാണ് പോവുക എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനത്തിലേക്കാണ് ബി.ജെ.പി. കടക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കോർ കമ്മിറ്റി രൂപം നൽകുകയും ഒപ്പം തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുകയാണ് ബി.ജെ.പി. ശരി ജിജീഷ്, ഈ മാസം 22-ന് അമിത്ഷാ കൊച്ചിയിൽ എത്തുകയാണ്. വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.